നമസ്കാരം, മർലിനാണ്. ഇന്നത്തെ വീഡിയോയുടെ ഒരു കിഡിലൻ ട്രിക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ട്രിം ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ കൺവേർട്ട് ചെയ്യണം, വീഡിയോ കംപ്രസ് ചെയ്യണം, അങ്ങനെയുള്ള നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങളെല്ലാം വളരെ സിമ്പിളായ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും Wondershare എന്ന് പറയുന്നത്. Wondershare വളരെ ഫേമസ് ആയ ഒരു ബ്രാൻഡാണ്. അവിടെ Uniconverter എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ, വീഡിയോ കൺവേർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ വീഡിയോ കംപ്രസ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജിഫ് ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിനൊക്കെ സബ്ടൈറ്റിൽസ് ആഡ് ചെയ്യാനൊക്കെ, അതായത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്കൊക്കെ സബ്ടൈറ്റിൽസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സോഫ്റ്റ്വെയർ ആണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുമെങ്കിൽ എന്നും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാമെന്നും എങ്ങനെ അതിനകത്ത് ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കാമെന്നൊക്കെ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലോട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രൈഡ് ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഹോമിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കൺവേർട്ടർ ഉണ്ട്, ഡൗൺലോഡർ ഉണ്ട്, വീഡിയോ കംപ്രസർ ഉണ്ട്, വീഡിയോ എഡിറ്റർ ഉണ്ട്, മെർജ് ഉണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്, അതുപോലെ DVD ബർണർ ഉണ്ട്, പ്ലെയർ ഉണ്ട്, ടൂൾ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹോം എടുക്കാം. ഹോമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് സോഫ്റ്റ്വെയറിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അവർ മൊത്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് വാട്ടർ മാർക്ക് എഡിറ്റർ ഉണ്ട്, സബ്ടൈറ്റിൽ എഡിറ്റർ ഉണ്ട്, അതുപോലെ കുറേ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഹോം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് നോക്കാതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യമേ കൺവേർട്ടറിലോട്ട് വരാം. കൺവേർട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വിൻഡോയിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൺവേർട്ടറിൽ പോയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കാം. വീഡിയോ ഒക്കെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഏത് ഫോർമാറ്റിലോട്ട് വേണം, അതായത് ആയിരക്കണക്കിന് ഫോർമാറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. എൻ്റെ തന്നെ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുകയാണ്. ഏകദേശം ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ MP4 ക്ലിപ്പാണ്. ഏകദേശം 1.5 GB ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഏത് ഫോർമാറ്റിലോട്ട് വേണമെങ്കിലും മാറ്റാം. MP4, MOV, MKV, അങ്ങനെ കുറേ ഉണ്ട്. AVI ഞാൻ ജസ്റ്റ് 3 GB മാറ്റുകയാണ്. ഏറ്റവും സൈസ് കുറയ്ക്കാൻ വേണ്ടി 1 GB ഉള്ളതിനെ 3 GB മാറ്റുകയാണ്. അപ്പോൾ വളരെ ചെറിയ സൈസിലോട്ട് വരും. അതായത് 1 GB ഉള്ളൊരു ക്ലിപ്പ് നമുക്ക് ഏകദേശം 27 MB ആ ഒരു ഇതിലോട്ട് മാറും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണ്. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിനകത്ത് കൺവേർട്ട് ആയി വരും. ഒത്തിരി താമസമൊന്നുമില്ല. നമുക്കിതിനകത്ത് ഹൈ സ്പീഡ് കൺവേർഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലിപ്പിനെ നമ്മൾ 3 GB കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ 3 GB കൺവേർട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഹൈ സ്പീഡ് നമുക്ക് കൺവേർട്ടർ കാര്യങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ചില ആപ്ലിക്കേഷനിലൊക്കെ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് അങ്ങനെ സ്പീഡ് കാര്യങ്ങൾ എടുക്കില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഹൈ സ്പീഡ് കൺവേർഷൻ ഓൺ ആണോ ഇല്ല എന്നുള്ളത് നോക്കിയാൽ മതി. ചിലപ്പോൾ അത് ടിക്ക് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹൈ സ്പീഡ് കൺവേർഷൻ ഉള്ളത് തന്നെ പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വീഡിയോനെ കംപ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 1 GB ഉള്ള ക്ലിപ്പോ അല്ലെങ്കിൽ 10 GB ഉള്ള ക്ലിപ്പൊക്കെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ വളരെ ചെറിയ സൈസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു ഇൻട്രോ കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. 13 MB ഉള്ള ഒരു ക്ലിപ്പാണ്. അത് ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഞാൻ വളരെ ചെറിയ സൈസിലോട്ടാക്കി കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഓപ്ഷനിലോട്ട് ഞാൻ കൊടുക്കുന്നു. ഞാനിപ്പോൾ ഏകദേശം എൻ്റെ 13 MB ഉള്ള ആ ഒരു ക്ലിപ്പിനെ ജസ്റ്റ് ഹൈ ക്വാളിറ്റി തന്നെ ഒരു എന്താ പറയുക, ഒരു 2 MB 3 MB അത്രയും, അല്ലെങ്കിൽ ഒരു 3 MB 4 MB ഒക്കെ വരുന്ന രീതിയിലോട്ട് ഞാനത് കൺവേർട്ട് ചെയ്യുകയാണ്. മീൻസ് ആ ഒരു വീഡിയോനെ കംപ്രസ് ചെയ്ത് ചെറുതാക്കുവാണ്. അതായത് നമ്മൾ 13 MB ഉള്ളതിനെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ വീഡിയോ കംപ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ഏത് വേണം, അതുപോലെ തന്നെ റെസൊല്യൂഷൻ ഏത് വേണം, അല്ലെങ്കിൽ പ്രിവ്യൂ കാണണം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ കണ്ടിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ഇതായി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കംപ്രസ് കൊടുക്കുകയാണ്. കംപ്രസ് കൊടുത്ത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ കംപ്രസ് ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫിനിഷ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതായത് നമ്മൾ വീഡിയോ കംപ്രസ് ചെയ്തു, എന്നാലും ക്വാളിറ്റി ഒട്ടും തന്നെ മിസ്സാവാതെ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഫുൾ സ്ക്രീനിൽ കാണിച്ചു തരാം. വലിയ ക്വാളിറ്റി മിസ്സായിട്ടില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോ എഡിറ്ററിലൊന്ന് പോയി നോക്കാം. അടുത്ത ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്ററാണ്. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താ പറയുക, വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും, ക്രോപ്പ് ചെയ്യാൻ പറ്റും, വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ പറ്റും, എഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും, സബ്ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ പറ്റും, ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റും, സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് 2-3 വീഡിയോസിനെ ഒരുമിച്ച് മെർജ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ സ്ക്രീൻ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ CD ബേണറും പ്ലെയറും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂൾ ബോക്സ് ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് ക്രോപ്പ് അവൈലബിൾ ആണ്, സ്മാർട്ട് ട്രിമ്മർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വാട്ടർമാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, സബ്ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സബ്ടൈറ്റിൽസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചറൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ്ടൈറ്റിലൊക്കെ വേണമെങ്കിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. മറ്റ് ഒരു സോഫ്റ്റ്വെയറിലും തന്നെ അങ്ങനെ കാണാത്തൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ സ്റ്റെബിലൈസേഷൻ, GIF Maker ഉണ്ട്, ഇമേജ് കൺവേർട്ടർ ഉണ്ട്. ജസ്റ്റ് ഞാൻ GIF ഒന്ന് മേക്ക് ചെയ്ത് കാണിച്ചു തരാം. GIF Makerൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് GIF മേക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്ക് വേണമെങ്കിൽ GIF വീഡിയോ ടു GIF ആക്കാം, ഇമേജ് ടു GIF ആക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ ടു GIF ആക്കി കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ആ വീഡിയോ എടുത്തിടുന്നതിന് ശേഷം നമുക്ക് വേണ്ട ഏതാണോ ഭാഗം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഈ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് GIF ആക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വേണമെങ്കിൽ നമുക്കിവിടെ കുറേ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഫ്രെയിം റേറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം ക്രിയേറ്റ് GIF എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു GIF ക്രിയേറ്റ് ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ GIF റെഡിയായി. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് GIF. ഞാൻ ജസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തപ്പം ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നല്ല GIFകളൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോ ടു GIFും നമുക്ക് ഫോട്ടോനെയും GIF ആക്കി മാറ്റാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അപ്പോൾ ഇനിയിപ്പം ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്കിലും എടുക്കാൻ സാധിക്കും, വിൻഡോസിലും എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ചാർജസ് വരുന്നത് ഇങ്ങനെയാണ്. ഏകദേശം മാനുവൽ പ്ലാൻ അവൈലബിൾ ആണ്, 2 ഇയർ പ്ലാൻ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടൈം പേയ്മെൻറ്റ് അടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ മാക്കിൽ വേണമെങ്കിൽ ഇപ്പോൾ വിൻഡോസിൻ്റെ പ്ലാനും ഞാൻ കാണിച്ചു തരുന്നുണ്ട്, മാക്കിൽ പ്ലാനും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക് യൂസേഴ്സ് ആണെങ്കിൽ മാക്കിൽ ഇത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വിൻഡോസിനെ ഞാൻ കാണിച്ചിട്ട് മാക്കിൻ്റെ കൂടെയും കാണിച്ചു തരാം. അപ്പം മാക്കിലെ റേറ്റും വിൻഡോസിലെ റേറ്റും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ബൾക്കായിട്ട് കുറേ നാളത്തേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല പ്രൈസിന് കുറവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിന് ഓഫറൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് വേണമെങ്കിൽ ഓഫർ വെച്ച് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.